പിന്നീട് ഇവരെന്നോട് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ഞെട്ടിപ്പോകും. അയാൾ ഈ ഗണേഷ് കുമാറിനൊപ്പമൊന്നും വന്നില്ലെങ്കിലും ഏതാണ്ട് ഒരു പകുതി ഗണേഷ് കുമാറാണോ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലുള്ള ഒരാളെ അയാളെ തന്നെ വീണ്ടും കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കുന്നു പറഞ്ഞാൽ ഈ പാർട്ടി ചാണകക്കുഴിയിൽ മുങ്ങി ചാവുന്ന പാർട്ടിയാണ് എന്നുള്ളതല്ലേ നമ്മളവിടെ കാണിക്കേണ്ടത്. അവരെന്നോട് പറഞ്ഞത് ഞാൻ ആദ്യമായി കടകംപള്ളി സുരേന്ദ്രനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ തോളൽ കൈയിടാൻ വന്നു. ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ കൈ തട്ടി മാറ്റിയത് ഇയാളുടെ എന്തോ ഒരു ബിനാമി സ്ഥാപനമാണെന്ന് തോന്നുന്നു. അവിടെ എന്തോ ഒരു ഉദ്ഘാടനത്തിന് വന്നപ്പോൾ. നമസ്കാരം. CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഉയർന്നു വന്നതിന് ശേഷം സീറ്റ് നിഷേധിക്കപ്പെടും എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ തന്നെയാണ് അവിടെ CPM മത്സരിക്കാനായി നിയോഗിച്ചിരിക്കുന്നത്. അവിടുത്തെ പോസ്റ്ററാണ് ബഹുകേമം. കടകംപള്ളി അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളതാണ്. കടകംപള്ളിയെക്കുറിച്ച് നമുക്കൊരു 4 വാക്ക് സംസാരിച്ചാലും. എൻ്റെ നോട്ടത്തിൽ ഈ CPM ഇപ്പം നേരിടുന്ന പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചകമാണ് ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് നൽകി എന്നുള്ളത്. ഈ കടകംപള്ളിയിലേക്ക് സുരേന്ദ്രനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴക്കൂട്ടം മണ്ഡലത്തെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കണം. BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. അവിടെ പിന്നെ BJPയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള V. മുരളീധരനാണ് അവിടെ സ്ഥാനാർത്ഥി മത്സരിച്ചത് തോന്നുന്നു അല്ലേ? തന്നെയാണ്. അപ്പൊ കഴക്കൂട്ടം മണ്ഡലത്തിലെ കടകംപള്ളിയുടെ സ്ഥാനാർത്ഥിത്വം കാണുമ്പോൾ കഴക്കൂട്ടം മണ്ഡലം V. മുരളീധരന് കൊടുക്കാൻ CPM ഒരു തീരുമാനിച്ചുറപ്പിച്ചതാണോ എന്നൊരു സംശയം ഉണ്ടാവാം. കാരണം കഴക്കൂട്ടം മണ്ഡലത്തില് ഇപ്പൊ T. ശരത് പ്രസാദാണ് UDF സ്ഥാനാർത്ഥി കേൾക്കുന്നത്. അയാൾ നല്ല സ്ഥാനാർത്ഥിയാണെങ്കിലും അത് കഴക്കൂട്ടം മണ്ഡലത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുമോ? അല്ലല്ല, കഴക്കൂട്ടം മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് വെച്ചാൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ അയാൾ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ അയാൾ ഒരു നല്ല സംഘാടകനാണ്, കോൺഗ്രസിൽ നല്ല പിന്തുണയുള്ള ആളാണ്. അയാൾ വർഷങ്ങൾക്ക് മുമ്പ് ആറ്റിങ്ങലെ വർക്കലെല്ലാം കണ്ടു നിന്ന് പോരാടി ജയിച്ചിട്ടുള്ള ഒരാളാണ്. CPM-ന്റെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റ് മരിച്ചുപോയി എന്ന് വരും വിചാരിച്ചിരുന്ന ഒരാൾ. എന്ന് മാത്രമല്ല അയാൾ ഒരു ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. ഒരുപക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മന്ത്രിയായിരിക്കും. അതുകൊണ്ട് അയാൾ തെറ്റിലത്തിന് സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പോൾ അത് ഒരു വശം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട വശം കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം യഥാർത്ഥത്തിൽ CPM എത്ര വലിയൊരു ചാണകക്കുഴിയിൽ തലകുത്തി, ഒരാൾ ചാണകക്കുഴിയിലോട്ട് തലകുത്തി വീണ അങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ ചാണകക്കുഴിയിലേക്ക് തലകുത്തി വീണവൻ്റെ അവസ്ഥയിലാണ് CPM എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ സ്ത്രീ വിളിക്കുന്നതും രാവിലെ കമ്പിളി മഴക്കോട്ടിട്ടുണ്ട്, വരണം, മഴയാണ്, മഴക്കോട്ട് വാങ്ങിക്കൊടുക്കാൻ. അതെ, രാവിലെ തന്നെ വരണം എന്നൊക്കെ മന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള അത്യാവശ്യം ഓഡിയോ വന്നതാണ്. അത് സംബന്ധിച്ചും അയാൾ അമാനുഷ്ഠ കേസ് കൊടുക്കുമോ അങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ അതിനുശേഷം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുടെ പേരിലാണ് അയാൾ വീണ്ടും അയാളുടെ പേര് ഉയർന്നു വന്നു. ഒരു വിവാദ പുരുഷനായി അയാൾ മാറി. അത് മന്ത്രിയായിരിക്കുമ്പോഴാണ്, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരിക്കുമ്പോൾ. അപ്പം അന്ന് സ്വപ്ന സുരേഷ് 3 പേരുമായി സ്വപ്ന സുരേഷിനുള്ള ബന്ധം സംബന്ധിച്ചിട്ടുള്ള ചർച്ചയാണ് അന്ന്. ബന്ധമല്ല, അവരോട് പെരുമാറി മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ട് അവർ വെളിപ്പെടുത്തിയ പേരുകളാണ് ആ ബന്ധം. അതിലൊന്ന് കടകംപള്ളി സുരേന്ദ്രൻ, ഒന്ന് തോമസ് ഐസക്കും, ഒന്ന് ശ്രീരാമകൃഷ്ണനും. അതിൽ തോമസ് ഐസക്കിനെ കുറിച്ച് നമ്മൾ കേട്ടത് ഏതോ ഒരു യോഗത്തിൽ വെച്ച് അവരോട് നമുക്ക് മൂന്നാർ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നൊക്കെ പറഞ്ഞു എന്നുള്ളതാണ്. ശ്രീരാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടത് ശ്രീരാമകൃഷ്ണൻ വീട്ടിൽ പോയിരുന്നു കാണിച്ചു കൊടുത്ത് ഫോട്ടോ സ്പീക്കറുമായിട്ട് ഇന്ന് വെള്ളമടിക്കായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുള്ള സാധനം. പക്ഷെ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ വിശദമായി സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞത് യഥാർത്ഥത്തിൽ പ്രധാനമായി പറഞ്ഞത് എന്നോടാണ്. പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ എനിക്കൊന്ന് 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സുദീർഘമായ 2 അഭിമുഖ സംഭാഷണങ്ങൾ അവരുമായിട്ട് തൃശ്ശൂരാണെന്ന് പറഞ്ഞ വീട്ടിൽ പോയിരുന്നാണ് മൊത്തം വിഷയങ്ങൾ പറഞ്ഞു.
അപ്പോൾ ആ അഭിമുഖ സംഭാഷണത്തിൽ വെച്ച് ഒരു ഘട്ടത്തിൽ ഈ 3 പേരുമായിട്ടുള്ള ഇവരുടെ ബന്ധത്തിനെ കുറിച്ചിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിൽ ആദ്യമായി ഞാൻ ചോദിച്ചത് കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ദേവസ്വം സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്, ടൂറിസം വകുപ്പ് മന്ത്രിയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. സത്യത്തിൽ ഞാൻ അവരോട് അങ്ങനെ ചോദിച്ചപ്പോൾ അവർ എനിക്ക് തന്ന ഒരു മറുപടിയിൽ നിന്ന് ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ അടിസ്ഥാന സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പം നമുക്കറിയാലോ, അയാളൊരു മന്ത്രിയാണ്, അയാൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും കൂടിയാണ്. അയാൾക്ക് ഈ സ്ത്രീ വിഷയത്തിലുള്ള അയാളുടെ സമീപനം എന്താണ് എന്ന് വളരെയധികം വ്യക്തമാക്കുന്ന മറുപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അത് വേറൊരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇയാളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ തുടക്കത്തിൽ തന്നെ അവരെന്നോട് സർ വുഡ് യു ലൈക്ക് ടു ടച്ച് ഡെർട്ട് എന്നും പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. മാലിന്യത്തെ നിങ്ങൾ തൊടാൻ ആഗ്രഹിക്കുമോ? മാലിന്യം എന്ന് പറഞ്ഞാൽ കുറെ മാലിന്യം അവിടെ കിടക്കുന്നതെന്ന് കഴിഞ്ഞാൽ മാലിന്യത്തോട് നമുക്ക് വെറുപ്പ് അറപ്പുള്ളത്, അത് ചവിട്ടാതെ പോകും. ആ മാലിന്യത്തെ തൊടാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ എന്ന് സ്വപ്ന സുരേഷ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് അവരെന്നോട് പറഞ്ഞത്, ഞാൻ ആദ്യമായി കടകംപള്ളി സുരേന്ദ്രനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ തോളൽ കൈയിടാൻ വന്നു. ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ കൈ തട്ടി മാറ്റിയത്. ഇയാളുടെ എന്തോ ഒരു ബിനാമി സ്ഥാപനമാണെന്ന് തോന്നുന്നു, അവിടെ എന്തോ ഒരു ഉദ്ഘാടനത്തിന് വന്നപ്പോൾ. അപ്പം നമ്മളപ്പോൾ അതിലൂടെ നമ്മൾ ഇയാളുടെ സ്വഭാവത്തിലേക്കും സ്ത്രീകളോടുള്ള അയാളുടെ സമീപനത്തിലേക്കുമാണ് നമ്മൾ ഇതിനകത്തൂടെ എത്തി നോക്കേണ്ടത്. അതായത് UAE കോൺസുലേറ്റിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വനിത, അവർ കോൺസൽ ജനറലിൻ്റെ കൂടെ ആണ് എന്തോ ഒരു ഉദ്ഘാടനത്തിന് അവിടെ വന്നത്. അവിടെ വെച്ച് മന്ത്രിയായിരുന്ന ഇയാൾ പരസ്യമായി പോയി അവരുടെ തോളിൽ കൈയിട്ടു എന്ന് പറയുമ്പോൾ അയാളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. അയാൾക്ക് എന്തോ ഒരു പെർവേർഷൻ ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? കാരണം ഇപ്പം ചില ആളുകൾ ഇങ്ങനെ നോക്കുകയും ഇപ്പം പ്രത്യേക രീതിയിൽ നോക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അയാൾക്ക് നോക്കുന്ന ആ പ്രക്രിയയിൽ അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത എന്തോ സംഭവങ്ങളുള്ളത് എന്നുള്ളത് കൊണ്ടാണല്ലോ അയാൾ ഇവരുടെ പുറത്തു പോയി കൈയിടുന്നത്. അപ്പം അതാണ് അയാളുടെ സ്വഭാവം. പിന്നീട് ഇവരെന്നോട് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ഞെട്ടിപ്പോകും. അയാൾ ഈ ഗണേഷ് കുമാറിനൊപ്പമൊന്നും വന്നില്ലെങ്കിലും ഏതാണ്ട് ഒരു പകുതി ഗണേഷ് കുമാറാണോ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. അയാൾ പിന്നെ ഇവരുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ച്, ഇവരുടെ വീട്ടിൽ അയാൾ പോകാറുള്ളത്, പിന്നെ ഇയാളുടെ വീട്ടിലേക്ക് അവരെ ക്ഷണിക്കും, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോവുകയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, പലതും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ 2-3 കാര്യങ്ങൾ പ്രസക്തമായിട്ടുള്ളത് പറയുന്നത്, ഒന്ന്, ഒരു ദിവസം ഉച്ചയ്ക്ക് അവരോട് ഇയാൾ നടത്തിയ ഫോൺ സംഭാഷണം മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ലൈംഗികമായി സംതൃപ്തി നൽകുന്ന പിന്നെ സംസാരങ്ങൾ ഇയാൾ നടത്തുന്നു. ഇവർ വളരെ രൂക്ഷമായി അതിനോട് പ്രതികരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു അയാൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് അങ്ങനൊന്നുമില്ല, അയാൾ പിന്നെയും ചെയ്യും. മനസ്സിലായി? അപ്പം നമ്മൾ ഓർത്തു നോക്കണം, CPM-ന്റെ ഒരു നേതാവ്, സംസ്ഥാന കമ്മിറ്റി അംഗം, മന്ത്രിസ്ഥാനത്തിരിക്കുന്ന അയാൾ നട്ടുച്ച സമയത്ത് ഒരു സ്ത്രീയോട് ലൈംഗികമായി സംതൃപ്തി നൽകുന്ന നിലയിലുള്ള ഈ പറഞ്ഞതുപോലെ സീൽക്കാരങ്ങളും അത്തരം ശബ്ദങ്ങളുമൊക്കെ നട്ടുച്ച സമയത്ത് അയാൾ നടത്തുന്നു. അയാൾ നടത്തുമ്പോഴത്തേക്ക് ആ വനിത രൂക്ഷമായി അതിനോട് പ്രതികരിക്കുന്നു. സാധാരണഗതിയിൽ ഇതുപോലെ ചെയ്യുമ്പോൾ രൂക്ഷമായി പ്രതികരിക്കുമ്പോൾ അവിടെ ആ പണി അവസാനിപ്പിക്കും. ശരി, തൽപരകക്ഷിയല്ല എന്ന് കണ്ടിട്ട് അവസാനിപ്പിക്കും. ഇനി താല്പര്യമുള്ള കക്ഷികളിലേക്ക് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വീണ്ടും അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് ആ ഒരു സ്വഭാവം അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു നിലയിലെത്തി എന്ന് നമ്മൾ കാണേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അയാൾക്ക് ഭാര്യയുണ്ട്, 1-2 മക്കളും, പ്രായപൂർത്തിയായ 2 മക്കളുണ്ട്, മനസ്സിലായോ? ആ പ്രായത്തിലുള്ള 10-60 വയസ്സിന് മേലുള്ള ആളായിരിക്കണമല്ലോ, 60 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത് ചെയ്യുമ്പോൾ അയാൾ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്,
അയാൾ MLA ആണ്, അയാൾ മന്ത്രിയാണ്. അങ്ങനെ മന്ത്രിയായിട്ട് MLA ആയിട്ട് ഇരിക്കുന്ന ഇയാൾക്ക് ഇതുപോലെയുള്ള ലൈംഗിക ചുവയോടുകൂടിയുള്ള പെരുമാറ്റം നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത ഒരാളാണ് അയാൾ എന്നുള്ള ഇതിൽ നിന്ന് വരുന്നത്. അതെ, ഇത് ഭീകരമാണ്. തീർച്ചയായിട്ടും അവിടെ അയാൾ പറയുന്നുണ്ട്, അവിടെ അവർ പറയുന്നുണ്ട് ചെറുപ്പക്കാരെ പെണ്ണുങ്ങളുള്ള വീട്ടിൽ ഇയാളെ കയറ്റാൻ കൊള്ളില്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് പറഞ്ഞു. ചെരിപ്പൂരി അടിക്കണം എന്നുള്ള നിലയിൽ വരെ അവർ പറഞ്ഞു. അപ്പം അവരെന്നോട് എന്നിട്ട് സ്വകാര്യമായിട്ട് ചോദിക്കുകയും ചെയ്തു, എൻ്റെ സാറേ ഇതിപ്പോൾ എനിക്ക് ഇതാണ് അനുഭവമെങ്കിൽ അയാൾ ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചെറുപ്പക്കാരി പെണ്ണ് കയറി ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം പരസ്യമായി ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരുടെ തോളെ കൈയിടുന്നു, മന്ത്രിയായിട്ടിരിക്കുമ്പോഴത്തേക്കും ലൈംഗികമായി സംതൃപ്തി കിട്ടുന്ന നിലയിൽ അവരോട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ പരസ്യമായി ചെയ്യുന്ന ഒരാൾ, മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരാൾ, അയാളുടെ മുമ്പിലേക്ക് ഒരു 18 വയസ്സുകാരി പെണ്ണ് ഒരു മുറിയിൽ അയാൾ ഒറ്റയ്ക്കിരിക്കുക ചെന്നുള്ള അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും അതെ. ചാടി വീണ അയാൾ ചിലപ്പം ഈ പറഞ്ഞ പോലെ റേപ്പ് ചെയ്യുന്നവരെ വരാം, മനസ്സിലായി? അപ്പം അതുപോലെയുള്ള സ്വഭാവ വൈകൃതമുള്ള രതിവൈകൃതങ്ങളിൽ അഭിരമിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു പറഞ്ഞപ്പോൾ CPM-ന്റെ അവസ്ഥ എന്താ? ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്തെങ്കിലും ലൈംഗിക ബന്ധമല്ലോ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. ആ പറഞ്ഞു, സാർ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, അവര് വളരെ നല്ലൊരു സ്ത്രീ. അല്ല, അവരെന്നോട് അങ്ങനെ തന്നെ പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അന്ന് പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ട കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ വരുന്ന സമയത്ത് ആ സമയത്ത് അവരോട് പറഞ്ഞു കൊടുക്കട്ടെ, ഇയാളെ ലൈംഗിക ചുവയോടുകൂടി അയച്ചിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ എൻ്റെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം പുറമെ ലൈംഗിക ചുവയോടുകൂടിയുള്ള മെസ്സേജുകളും അയാൾ അയച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് കൊണ്ടുവരണമെങ്കിൽ എൻ്റെ ഉണ്ട്, ഞാൻ നേരിട്ടുള്ളതെന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു, ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടില്ല. ഞാൻ ഇവരെന്ന് പറഞ്ഞ് എന്നോട് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജനചാനൽ എങ്ങോട്ട് ചർച്ചയിൽ ചെന്നിരുന്നപ്പോൾ ഞാൻ പച്ചപ്പരസ്യം ചോദിക്കുന്നത്, ഇയാൾ എന്തിനാണ് ജീവിക്കുക? തൂങ്ങിച്ചത്തൂടെ ഇയാൾ എന്തിനാണ് ഇനി ജീവിക്കുന്നത് എന്ന് ഞാൻ അയാളോട് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോ തൂങ്ങിച്ചത്ത് ആത്മഹത്യ പ്രകടനം നമ്മൾ അത് അപ്പം അതിന് മറുപടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ ഉളുപ്പിലാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടൊരു കുഞ്ഞാമൻ സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മരണ വീട്ടിൽ വെച്ച് ഞാൻ ഇയാളെ കാണുക, കടകംപള്ളി കാണുമ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്നറിയാം? ഇയാളൊന്നും അറിയാത്ത പോലെ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. ഇതൊന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടോ? അല്ലെ ഏതെങ്കിലും തരത്തിൽ? അല്ല, അയാൾ കഴക്കൂട്ടം മണ്ഡലംകാരനാണല്ലോ, ഞാനും കഴക്കൂട്ടത്തുള്ള. താങ്കൾ VS-നോടൊപ്പം പ്രവർത്തിച്ചിരുന്നപ്പോഴൊക്കെ അദ്ദേഹം പാർട്ടിയിലുണ്ടായിരുന്നല്ലോ, അങ്ങനെ പരിചയമൊന്നുമില്ല. ഇല്ല, ജനറൽ പരിചയമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു രതിവൈകൃതം പോലും നടത്താൻ പോലും കഴിയുന്ന സ്വപ്നയെ പോലുള്ളൊരു സ്ത്രീ ചെറുപ്പക്കാരികളുള്ള വീട്ടിലേക്ക് കയറ്റിരുന്ന് ചെരുപ്പുകൊണ്ട് അടിക്കണമെന്നൊക്കെ പറയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു. അതൊരു വശം. രണ്ടാമത്തെ വശം എന്താ? ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കിയിട്ടുള്ളത് ഇയാളല്ലേ? അതെ. ഇയാളുടെ ഓഫീസിൽ ഇരുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് സംസാരം, ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇരുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് സംസാരം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മകന് നൂല് കെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഉപഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകുന്നു. ഇയാളെ ചോദ്യം ചെയ്യുന്നു. ശരിക്കും CPM-ന്റെ ഉന്നത നേതാക്കന്മാരിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാൾ ഇയാളാണ്. സംസ്ഥാന കമ്മിറ്റി, പത്മകുമാർ ജില്ലാ കമ്മിറ്റി ഏറ്റവും മുതിർന്ന നേതാവ് ഇയാൾ തന്നെയാണ്. അപ്പം അതുപോലുള്ള ഒരാളെ അയാളെ തന്നെ വീണ്ടും കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കുന്നു പറഞ്ഞാൽ ഈ പാർട്ടി ചാണകക്കുടിയിൽ മുങ്ങി ചാവുന്ന പാർട്ടിയാണ് എന്നുള്ളതല്ലേ നമ്മളവിടെ കാണിക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ മത്സരിക്കാനില്ലാഞ്ഞിട്ടാണോ? അല്ല, അവിടെ അതാണ് വിഷയം. കാരണം ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരാളെ, കാരണം ആ പഴയ വോയിസ് ക്ലിപ്പുകളും ഇതുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്നു എന്നുള്ള കാര്യം CPM-ന് നന്നായിട്ട് അറിയാം. ആ വഴക്കി അതിനിപ്പോൾ ഷംസീറിനൊക്കെ സീറ്റ് നിഷേധിച്ചു. ഷംസീറൊക്കെ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഒരുപക്ഷെ ഷംസീറിനെ കൊണ്ട് കഴക്കൂട്ടത്തിൽ നിർത്തിയാൽ പോലും അദ്ദേഹം ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പം സ്വപ്ന സുരേഷ് കഴക്കൂട്ടം മണ്ഡലത്തിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്തിയെങ്കിൽ ചെയ്യും. അതെ, മനസ്സിലായി? അപ്പോൾ ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്താ? ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് കഴക്കൂട്ടത്തെ സ്ത്രീകൾ അവർക്ക് അറപ്പ് തോന്നുന്നില്ല ഇയാൾക്ക് വോട്ട് ചെയ്യാൻ. എന്നിട്ട് ഇയാൾ തന്നെ അടിച്ച പോസ്റ്റർ പറയണം, മറ്റാരുണ്ട് കടകംപള്ളി. അപ്പം മറ്റാരുണ്ട് കടകംപള്ളി. ഞാൻ പറഞ്ഞ ആ പോസ്റ്റർ നമ്മളൊന്ന് വിശകലനം ചെയ്യണം. മറ്റാരുണ്ട് കടകംപള്ളി അല്ലാതെ, മറ്റാരുണ്ട് കടകംപള്ളി അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-നകത്ത് ഇതുപോലൊരു പരമവൃത്തികെട്ടവൻ, സ്ത്രീകളെ വീട്ടിൽ കയറ്റാൻ കൊള്ളുകയില്ലാത്തവൻ, ചെരുപ്പൂരി അടിക്കണമെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞവൻ,
ഉച്ചയ്ക്ക് മന്ത്രിയായിരിക്കുമ്പോൾ ഒരു സ്ത്രീയോട് ലൈംഗിക ചുവടോടുകൂടിയുള്ള ഇത് അയക്കുന്നവൻ, അങ്ങനെയുള്ള ഒരുത്തൻ അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുമ്പോൾ CPM-ന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. കാരണം ഇതുപോലൊരു ചെറ്റ മാത്രമേ ഉള്ളൂ മത്സരിക്കാൻ. അപ്പൊ CPM-നോടാണ് ആളുകൾക്ക് വിരോധം തോന്നുന്നത്. ഒന്നുകിൽ അദ്ദേഹം വിരമിക്കണം, അദ്ദേഹത്തിന് അറിയാം ഈ കാര്യങ്ങളൊക്കെ ഉയർന്നു വരും, അദ്ദേഹത്തിന് നാണക്കേടാണ്, ഇതൊക്കെ മനസ്സിലാക്കി അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു. അല്ലെങ്കിൽ CPM വിചാരിക്കണം എന്തായാലും തകർന്നടിഞ്ഞു, ഇതുപോലെ ഒരു യോഗ്യരായിട്ടുള്ള, താങ്കൾ പറഞ്ഞതുപോലെ യോഗ്യരായിട്ടുള്ള പല ചെറുപ്പക്കാരുണ്ട്, അവരാരെങ്കിലും അവിടെ നിർത്താമെന്ന് CPM വിചാരിക്കണം. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. അല്ല, എനിക്കതിനകത്ത് ഏറ്റവും വലിയ ഇത് തോന്നുന്നു പറഞ്ഞാൽ CPM ഇയാളെ സ്ഥാനാർത്ഥിയാക്കി. ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇയാൾക്കുള്ള യോഗ്യത CPM കാണുന്നത് എന്താ? ഈ സ്വപ്ന സുരക്ഷ ചെരുപ്പൂരി അടിക്കുമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കാൻ ചിലപ്പോൾ CPM-നുള്ള യോഗ്യത. ആരുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ അല്ലാതെ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അതായത് സ്വപ്നയ്ക്ക് മെസ്സേജ് അയക്കാൻ മറ്റാരുണ്ട് കടകംപള്ളി അല്ലാതെ, മറ്റേ മഴക്കോട്ട് വാങ്ങിക്കൊടുക്കാൻ മറ്റാരുണ്ട് കടകംപള്ളി എന്നല്ലേ നമുക്ക് തോന്നുന്നു. അപ്പം ചെറുപ്പക്കാരികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊരു വനിത പറയുന്നു, ചെരുപ്പൂരി അടിക്കണം എന്ന് പറഞ്ഞ് വനിത പറയുന്നു. അങ്ങനെയുള്ള ഒരാളാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കാൻ ഏറ്റവും യോഗ്യൻ എന്ന് CPM പറഞ്ഞാൽ CPM-നെതിരായിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത്. ഈ കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഇതുപോലൊരു ആഭാസനെ കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിന് ശരിക്കും CPM-ന്റെ മസ്തകത്തിനിട്ടാണ് അടി കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക്. അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞ കാര്യം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ജയിക്കേണ്ട എന്ന് CPM-ന് 150% നിർബന്ധമുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള തെളിവാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇതുപോലൊരു ലൈംഗിക ആഭാസനെ കൊണ്ടുവന്ന് കഴക്കൂട്ടം മത്സരത്തിൽ കെട്ടിയിറക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അവിടെയാണ് എനിക്കും അത്ഭുതം തോന്നുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ, ആ മഴക്കോട്ട് വിവാദം ഒക്കെ ഒരിക്കൽ കൂടി അതിൻ്റെ ഇപ്പോഴും കാണുന്നു, യൂട്യൂബിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഇപ്പോൾ ഇതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ബാധിക്കും. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇത് പലരും മറന്നു തുടങ്ങിയിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുമെന്നുള്ളതാണ്. ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ വികാരങ്ങളും വിചാരങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള രതി വൈകൃതക്കാരൻ എന്നൊക്കെ ഇവർ ഈ ഇടത് സൈബർ സഹാക്കളൊക്കെ കൊട്ടിക്കൊഴിച്ചത്. അയാൾ ഒരു പയ്യനാണെന്നെങ്കിലും പറയാം. ഇത് 10-65 വയസ്സായ അയാൾക്കെതിരെയുള്ള ആരോപണം മാത്രമായിരുന്നു. ഇതൊരു വനിത വന്ന് പച്ചക്കിരുന്ന് പറയും. അതെ. അവിടെ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ കഴക്കൂട്ട മണ്ഡലത്തിലുള്ള ജനങ്ങളോടാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന ശരത് ചന്ദ്ര പ്രസാദ് ആയിരുന്നാലും അല്ലെങ്കിൽ അവിടെ മത്സരിക്കുന്നത് പി മുരളി തന്നെ ആയിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങളൊന്നും അവർക്കെതിരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളായിരുന്നാലും നേതാവായിരുന്നാലും ഇതുപോലെയുള്ളവരെ അകറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.